ഒരിക്കൽ നരനാരായണ മഹർഷിമാർ ഹിമാലയത്തിലെ ബദരികാശ്രമത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഋഷിമാരുടെ കഠിന തപസ്സിൽ സമ്മർദ്ദത്തിലായ ദേവേന്ദ്രൻ മഹർഷിമാർ തപസ്സിലൂടെ കൂടുതൽ ശക്തി തേടുന്നത് തടയാനായി പദ്ധതിയിട്ടു. അതിനായി തന്റെ കൂർമ്മ ബുദ്ധിയിൽ തോന്നിയ ആശയവുമായി തന്റെ വാഹനമായ ഐരാവതത്തിൽ കയറി ബദരികാശ്രമത്തിലെത്തിയ ഇന്ദ്രൻ മഹർഷിമാരോടായി താൻ തപസ്സിൽ സംപ്രീതനായിരിക്കുന്നുവെന്നും 3 വരങ്ങൾ ആവശ്യപ്പെടാനും പറഞ്ഞു. എന്നാൽ ഇന്ദ്രനിൽ നിന്നുള്ള വരം കാംക്ഷിച്ചല്ല തങ്ങളുടെ തപസ്സെന്നറിയിച്ച മഹർഷിമാരോട് നീരസം തോന്നിയ ഇന്ദ്രൻ അവരുടെ തപസ്സിന് ഭംഗം വരുത്താനായി വന്യമൃഗങ്ങളെയും കൊടുങ്കാറ്റും കാട്ടുതീയും എല്ലാം പടച്ചുവിട്ടു. എന്നാൽ തെല്ലും ഭയപ്പെടാതിരുന്ന തപസ്വികളെ ഉണർത്താനായി സ്വർഗത്തിലെ അപ്സരസുകളെയും ഇന്ദ്രൻ അയച്ചു. ഏകദേശം 8500ഓളം സുന്ദരികൾ അവരുടെ മുമ്പിൽ നൃത്തം ചെയ്തു. അവിടെമെങ്ങും വസന്തകാലത്തിന്റെ പ്രതീതി ജനിക്കപ്പെട്ടു. വസന്തകാലം നേരത്തെ എത്തിയ കാരണമറിയാൻ കണ്ണു തുറന്ന മഹർഷിമാർക്ക് ഇതെല്ലാം ഇന്ദ്രന്റെ ചതിയാണെന്ന് മനസ്സിലായതും ഇരുവരും തങ്ങളുടെ തുടയിൽ കൈകൊണ്ട് ആഞ്ഞടിച്ചു. അപ്പോൾ അതിസുന്ദരിയായ ഉർവശി പ്രത്യക്ഷപ്പെട്ടു. അവളുടെ സൗന്ദര്യം കണ്ട് ലജ്ജിതരായ അപ്സരസുകൾ മുനിമാരോട് മാപ്പപേക്ഷിച്ചുവെന്നും മുനിമാർ അവർക്ക് ക്ഷമ നൽകുകയും ഉർവശിയെ അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ അനുവദിച്ചെന്നുമാണ് കഥ.